സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. മണ്ണാർക്കാട് MLA UDFിലെ N. ഷംസുദ്ദീന്റെ നിയമസഭയിലെ പ്രസംഗം എപ്പോഴും വളരെ കാമ്പുള്ളതായിരിക്കും എന്നുള്ളത് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, അത് പലവട്ടം തെളിയിച്ചതാണ്. ഇന്നും അത് നമ്മൾ കണ്ടു. പാവങ്ങളായ പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ചർച്ചയിൽ തുടങ്ങിക്കൊണ്ട് കത്തിക്കയറിയ ഷംസുദ്ദീൻ കേരളത്തിൽ കുടിക്കാൻ പോലും കിട്ടാത്ത കിട്ടാക്കനിയായി മാറിയിരിക്കുന്ന കുടിവെള്ളത്തെക്കുറിച്ചും അതുപോലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് വകമാറ്റി പറ്റിക്കുന്ന കാര്യവും എല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരം പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരത്തിൽ ഉള്ള ഒരു ചർച്ച, ആ ചർച്ച ദില്ലിയിൽ നടത്തിയ കാര്യം വളരെ ദുരൂഹമെന്ന ആരോപണം കടുപ്പിച്ചു വരികയാണ് ഓരോ ദിവസം കഴിയും തോറും പ്രതിപക്ഷം. അതാണ് ഇന്ന് ഷംസുദ്ദീനിലൂടെ കണ്ടത്. പിണറായിയുടെ മകൾക്കെതിരെ ധനമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസി SFIO അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായും അകത്താകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യത്തിൽ നിർമ്മല സീതാരാമൻ എന്ന കേന്ദ്ര ധനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതും സംശയകരമാണെന്ന് ഇങ്ങനെ ഉറപ്പാക്കുകയാണ്. ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്ത് പറയാത്തിടത്തോളം കാലം അത് ദുരൂഹത എന്നുള്ളത് ഉറപ്പാണ്. കേരള ഹൗസിൽ 3/4 മണിക്കൂറോളം നീണ്ടതായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഒരു കേന്ദ്ര ധനമന്ത്രിയും ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തുന്ന ചർച്ച പുറത്തു പറയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ദുരൂഹമാണെന്ന് ഓരോ ദിവസവും പ്രതിപക്ഷം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അനൗപചാരികമെന്ന ഒറ്റവരിയിൽ ഒതുക്കിയതായിരുന്നു സർക്കാരിന്റെ പ്രതികരണം എന്നുള്ളതും സംശയത്തിന് ഇടവരുത്തി. കൂടിക്കാഴ്ച നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാതായതോടെ മുഖ്യമന്ത്രിയെ സംശയമുനയിൽ നിർത്തുകയാണ് പ്രതിപക്ഷം എല്ലാ ദിവസവും. ഷംസുദ്ദീൻ MLA അതിനെപ്പറ്റി നടത്തിയ സഭയിലെ പ്രസംഗം നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. സർ, അങ്ങേക്ക് 7 മിനിറ്റ്. ഇന്നത്തെ ധനാഭ്യർത്ഥനകളിൽ പട്ടികജാതി പട്ടികവർഗ വികസനമാണ് ഒരു ഇനം. സർ, ഏതൊരു ഭരണകൂടത്തിന്റെയും മുഖ്യ പരിഗണനയായി വരേണ്ടത് ആ നാട്ടിലെ അധസ്ഥിത പീഡിത പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് SC ST മൈനോറിറ്റി പദ്ധതികളാകെ സർ ഇപ്പോൾ ഇവിടെ അവതാളത്തിലാണ്. പദ്ധതി വിഹിതത്തിന്റെ ഇത്ര ശതമാനം പട്ടികജാതി പട്ടികക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായ തത്വമാണ്. അതുകൊണ്ടാണ് SCP STP പദ്ധതികൾ ഉണ്ടായത്. സർ, ഇവിടെ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിംഗ് ഉണ്ടായതുകൊണ്ട്, ബഡ്ജറ്റിന് പുറത്ത് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ബഡ്ജറ്റിന്റെ സൈസ് കുറഞ്ഞു. അപ്പൊ തീർച്ചയായും ഇവിടെ SC ST വിഭാഗങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ടതില്ലാതെ പോയി. അക്കാര്യങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോ ഇപ്പോ തൊട്ടു മുമ്പ് പ്രസംഗിച്ച അംഗം ഉൾപ്പെടെ ഭരണകക്ഷിക്കാർ പറയുന്നത് എന്താണ്? ഇവിടെ കിഫ്ബി ഉപയോഗിച്ചുണ്ടാക്കുന്ന റോട്ടിലൂടെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും യാത്ര ചെയ്യുന്നില്ലേ? ആ പാലത്തിലൂടെ അവർ കടന്നു പോകുന്നില്ലേ? അവരുടെ മക്കൾ അത്തരം സ്കൂളിൽ പഠിക്കുന്നില്ലേ? ഇതാണ് ചോദ്യം. അല്ല, അത് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചു. പക്ഷെ അതല്ല ഞങ്ങൾ പറഞ്ഞത്. നിലവിലുള്ള ബഡ്ജറ്റിന്റെ 10% SC വിഭാഗത്തിനും 2% ST വിഭാഗത്തിനും അർഹതപ്പെട്ടതാണ്. അപ്പോ ബഡ്ജറ്റിന്റെ സൈസ് കുറയുമ്പോൾ അവരുടെ ആനുകൂല്യം കുറയും എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. സർ, ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ എത്ര പദ്ധതികളാണ് സർ താറുമാറായി കിടക്കുന്നത്. പട്ടികവർഗ വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന ജനനി ജന്മരക്ഷ, പ്രസവവുമായി ബന്ധപ്പെട്ട് ആ സഹോദരിമാർക്ക് കൊടുത്തിരുന്ന പണം ഇപ്പൊ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ വിദ്യാവാഹിനി ഞങ്ങളാണ് തുടങ്ങിയത്, ഗോത്ര സാരഥി എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർമാർക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് വണ്ടികളൊന്നും ഓടുന്നില്ല. അട്ടപ്പാടിയിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ 192 ഊരുകളിലും വളരെ സുഭിക്ഷമായി 2 നേരം പാചകം ചെയ്ത ഭക്ഷണം കൊടുത്തിരുന്നു. ഇന്ന് എവിടെയും അത് പ്രവർത്തിക്കുന്നില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിരുന്ന ഉള്ള സേഫ് പദ്ധതി അത് ഇന്നില്ല. SC ST വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് യൂണിവേഴ്സിറ്റി കോളേജിലടക്കം നിരവധി കുട്ടികൾക്ക് പണം കൊടുക്കാനുണ്ട് സർ. ആ പല വിദ്യാർത്ഥികളും ഗവേഷണ വിദ്യാർത്ഥികളായ പലരും പഠനം നിർത്തി. അതുപോലെ തന്നെ SC പെൺകുട്ടികൾക്കുള്ള വിവാഹ ധനസഹായം ഇന്ന് 3 വർഷത്തിലധികമായി പലയിടത്തും കിട്ടിയിട്ട്, അതുപോലെ തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു
ഇൻഷുറൻസ് പദ്ധതിയുണ്ട്, വാത്സല്യ നിധി. ആ വാത്സല്യ നിധി ഇപ്പൊ ഇല്ല. ഇതാണ് സർ നമ്മുടെ നാട്ടിൽ ഏറ്റവും പരിഗണന നൽകേണ്ട ജനവിഭാഗത്തോടുള്ള ഈ ഗവൺമെന്റിന്റെ സമീപനം. അതുവഴി ധാരാളം പദ്ധതികൾ ഇന്ന് പ്രയാസത്തിലാണ്. മറ്റൊരു ധനാഭ്യർത്ഥന ജലവിഭവമാണ് സർ. ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു ജൽജീവന്റെ പ്രവർത്തനം. ജൽജീവൻ എന്താണ് ലക്ഷ്യമിട്ടത്? എല്ലാ ഗ്രാമീണ വീടുകളിലും പ്രതിദിനം 50 ലിറ്റർ ശുദ്ധജലം എത്തിക്കണം എന്നുള്ളതാണ്. അതിന്റെ സമയക്രമപ്രകാരം നടന്നിരുന്നുവെങ്കിൽ ഇപ്പോ എല്ലായിടത്തും അതിന്റെ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇന്നെന്താ സ്ഥിതി? 4500 കോടി രൂപ ഇതുവരെ ചെയ്ത പണിക്ക് കരാറുകാർക്ക് കൊടുക്കാറുണ്ട്. അവര് പണി നിർത്തിപ്പോയി. ഇനി ഇത് എവിടെ എത്തും? രാജ്യത്ത് ഈ പറഞ്ഞ പോലെ സംസ്ഥാനത്തെ എല്ലാ റോഡുകളും മാന്തി പൊളിച്ചിട്ടിരിക്കുന്നു, പലയിടത്തും പൈപ്പ് കൊടുന്നു വെച്ചിരിക്കുന്നു, ചിലയിടത്ത് വീടുകളിൽ ടാപ്പ് വെച്ചിരിക്കുന്നു. പക്ഷെ ഈ ടാപ്പിൽ എന്ന് വെള്ളം കിട്ടും സർ? ഇത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം നിങ്ങൾക്ക് ഇതിലൊരു അവധാനത ഉണ്ടായില്ല. നിങ്ങൾക്ക് കൊടുക്കാനുള്ള പണം നിങ്ങളെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചില്ല. ഇവിടെ 1500 കോടി കേന്ദ്രം വെച്ചു, നിങ്ങളും 1500 കോടി വെച്ചു. ആ 3000 കഴിഞ്ഞതോടുകൂടി പ്രവർത്തനം അവസാനിച്ചു. ഇതിന്റെ നിയമപ്രകാരം എന്താണ് പറയുന്നത്? 45% കേന്ദ്രം. നമ്മൾ വെക്കുമ്പോഴാണ് മാച്ചിങ് ഗ്രാന്റ് വരുന്നത്, അല്ല അവർ വെക്കുമ്പോഴാണ് നമ്മൾ മാച്ചിങ് ഗ്രാന്റ് കൊടുക്കേണ്ടത്. 45% കേന്ദ്രം, 30% സംസ്ഥാനം, 15% പഞ്ചായത്ത്. ആ പഞ്ചായത്ത് നിങ്ങൾ ഒരുപക്ഷെ നാളെ കൊടുക്കുന്ന ഗ്രാന്റുകളിൽ നിന്ന് കുറക്കാമെന്ന ധാരണയോട് കൂടിയായിരിക്കാം ഇതിന് തുടക്കം കുറിച്ചത്. പക്ഷേ തുടക്കം കുറിച്ചു എന്നല്ലാതെ ഇത് എവിടെ അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഇന്നൊരു ധാരണയില്ല. 22,500 കോടി രൂപ ഈ സംസ്ഥാനം കൊടുത്താലേ കേരളം മുഴുവനും ജലജീവന്റെ വെള്ളമെത്തൂ. അത് എന്ന് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഇപ്പൊ അടുത്തെങ്ങാനും അത് കൊടുക്കാൻ സാധിക്കുമോ? അപ്പൊ ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് സർ ഈ ജലജീവന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. ക്രിസ്ത്യൻ, മുസ്ലിം അതുപോലുള്ള ജനവിഭാഗങ്ങളിലെ സിഖ്, പാർസിയൊക്കെ ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ബാധകമല്ല. എന്നാൽ അവർക്ക് കൊടുത്തിരുന്ന സ്കോളർഷിപ്പ് 24-25 വർഷത്തിൽ 87.63 കോടി രൂപ അതിന് വകയിരുത്തി. ചെലവഴിച്ചതോ 2.69%. ഇതിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുകയാണ്. എന്താ കേസ്? ഈ സംഖ്യ വകമാറ്റി ചെലവഴിച്ചതാണ്. പാവപ്പെട്ട ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പ് തുക ഇവിടെ സർക്കാർ വകമാറ്റി ചെലവഴിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, പക്ഷേ അങ്ങനെ ചെയ്യാമോ സാർ? എത്രയോ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമായിരുന്നു. നിങ്ങളത് വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് സാർ. വൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എന്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിൽ കാറ്റാടിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അത് വളരെ പ്രയോജനകരമാണ്. അത് വ്യാപിപ്പിക്കാൻ സർക്കാർ നടപടിയെടുക്കണം. അതുപോലെ തന്നെ അട്ടപ്പാടി വാലി ഇറിഗേഷൻ പ്രോജക്റ്റ് ഒരു മൾട്ടിപർപ്പസ് പദ്ധതിയാണ്. ജലസേചനമുണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കാം, അങ്ങനെ കുടിവെള്ളമുണ്ട്. അത് ഇപ്പോഴും എവിടെയും എത്താതെ കിടക്കുകയാണ് സാർ. അത് കാവേരി ട്രിബ്യൂണലിന്റെ വിധി പ്രകാരം 6 TMC വെള്ളം കേരളം എടുക്കേണ്ടത് ഈ പദ്ധതിയിൽ നിന്നാണ്. പക്ഷേ പദ്ധതി നമ്മൾ തുടങ്ങുന്നില്ല. അപ്പൊ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സർ. പിന്നെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞാമുട്ടി മാഷൊക്കെ പറഞ്ഞപ്പോഴും കോൺഗ്രസും BJPയും തമ്മിൽ വലിയ സഹകരണമാണെന്നാ പറഞ്ഞത്. എന്ത് വർത്തമാനമാണ് ഈ കാലഘട്ടത്തിൽ അത് പറയുന്നത്? നമ്മുടെ പുറത്ത് നടക്കുന്ന ചർച്ച എന്താണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയപ്പോ കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടു. എന്തിനാ കണ്ടത്? ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് മന്ത്രിമാര് കണ്ടാലും അത് വെളിപ്പെടുത്താറുണ്ട്. ഇവിടെ സിദ്ധരാമയ്യ പറഞ്ഞു ഞാൻ നബാർഡ് ലോണിന്റെ കാര്യം പറയാൻ പോയതാണ്. രേവന്ത് റെഡ്ഡി പറഞ്ഞു ഞാൻ എന്തിനാ പോയത്? കൃഷ്ണ നദീജലത്തിന്റെ പ്രശ്നം സംസാരിക്കാണ്. പിണറായി വിജയൻ ഇങ്ങോട്ട് വന്ന ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ നിർമ്മലാ സീതാരാമൻ വന്നത് എന്തിനായിരുന്നു? അനൌദ്യോഗിക മീറ്റിംഗ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾ ധനപ്രശ്നം ചർച്ച ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ധനകാര്യമന്ത്രിയെ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് ആർക്കാണ് ദഹിക്കുക? ആരാണത് വിശ്വസിക്കുക? ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോ എന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഗവർണർ ഇരുന്നു. നിങ്ങളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, മുഖ്യമന്ത്രി അപ്പോഴാണ് കാണുന്നത്. നിങ്ങളുണ്ടല്ലോ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന്. നാളെ ഞാൻ MP-മാർക്ക് ഒരു സൽക്കാരം കൊടുക്കും, നിങ്ങളൊന്ന് അങ്ങോട്ട് വരുമോ? അപ്പൊ മുഖ്യമന്ത്രി തിരിച്ച്, അപ്പൊ ഞാൻ മൂപ്പരി ഒന്ന് തിരിച്ച് വിളിക്കണോ? മുഖ്യമന്ത്രി നമ്മളോട് പറയണേ, നമ്മളൊക്കെ ഇത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ശരിയല്ല. എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ ഞാൻ
ധനകാര്യമന്ത്രിക്ക് മറ്റന്നാൾ ഞാൻ ധനകാര്യമന്ത്രിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊന്ന് വരുമോ? ഒരു പരസ്പരം ക്ഷണിക്കുക, എന്നിട്ട് അങ്ങനെ വരിക. ഇതൊന്നും യാന്ത്രികമല്ല. ഇന്ന് പുറത്തു നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച അതാണ്. എന്തിനു വേണ്ടിയായിരുന്നു ആ മീറ്റിംഗിൽ മുമ്പ് പൂരം കലക്കിയതും അതുപോലെ തന്നെ ഇവിടെ മറ്റേ ജയരാജന്റെ വീട്ടിൽ പോയി ജാവദേക്കർ പോയതും അതേ തുടർന്ന് തൃശൂർ സീറ്റ് നിങ്ങൾ താരത്തിന് കൊടുത്തു. അതുപോലുള്ള രാഷ്ട്രീയ അന്തർധാരയുടെ തുടക്കമാണ് ഈ മീറ്റിംഗിലൂടെ തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഈ ഡിമാൻഡുകൾ മുഴുവനും ഞാൻ അതിശക്തമായി എതിർക്കുന്നു.